വായിച്ചോ വായിച്ചോ. ഡീസൽ വില ഇനിയും കൂട്ടുമെന്ന് പ്രധാനമന്ത്രി. ഡീസൽ വില ഇനിയും കൂട്ടാതെ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വിദേശ സംരംഭങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അന്തർദേശീയ വിപണിയിലെ ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയർന്ന സാഹചര്യത്തിൽ വില കൂട്ടാതെ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് നിലനിൽക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്തൊരു അക്രമഭാവം! ഇങ്ങനെ വില കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? കേൾക്കുന്നില്ലേ? കേൾപ്പിച്ചു തരാം. ബലാത്സംഗ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പാലപ്പുറം സ്വദേശി ഗോവിന്ദൻകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെയ്തെന്ന് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇവിടെന്താ ഇങ്ങനെ? ഇത് വായിച്ചത് ശരിയാണ്. ഇന്ത്യക്ക് വൻ വിജയം. മുംബൈയിൽ നടന്ന 2ാം ഏകദിന മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് ശ്രീലങ്കയെ തോൽപ്പിച്ചു. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ 2-0 മുമ്പിലെത്തി. 2-0. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 50 ഓവറിൽ 9 വിക്കറ്റിന് 285 റൺസ് കിട്ടിയെങ്കിലും തുടർന്ന് ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് 3 ഓവർ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 85 റൺസോടെ പുറത്താകാതെ നിന്ന ധോണി ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു. മഹേന്ദ്ര സിംഗ് ധോണി. ഇത് കഴിഞ്ഞ് കാണാം. ഇയാളെ കൊണ്ട് തോറ്റല്ലോ. ഒരു ഐഡിയ പറഞ്ഞു കൊടുത്താ പിന്നെ പിറകുന്ന മോറാതെ ശല്യമാണ്. ഹലോ, ഉത്തമ രക്ഷയില്ല. എന്താ പറ്റി? ഞാൻ എത്ര ഉറക്ക പത്രം വായിച്ചിട്ടും അവൾ മൈൻഡ് ചെയ്യുന്നില്ല. അതെന്താ അറിയില്ല. ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ജോലി ചെയ്യുക. സാറിന്റെ ഒച്ച പോരാത്തോണ്ടാണ്. കുറച്ചുകൂടെ ഉറക്ക വായിക്കേ. സാറിന്റെ അല്ലേ ശബ്ദം. വക്കീലല്ല, അടുത്ത വീട്ടിലെ പശു വരെ കയറ് പൊട്ടിക്കും. ശരി, കംപ്ലീറ്റ് ശബ്ദം എടുക്കല്ലേ? പിന്നല്ലാതെ. ശരി.
ഡെങ്കിപ്പനി പടരുന്നു. സർക്കാരിന്റെ വ്യക്തികളിൽ വ്യാപകമായി ഡെങ്കിപ്പനി പടരായി ആശങ്ക. വിവിധ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ സർക്കാർ റൈറ്റ് റിപ്പോർട്ടിൽ നിന്നുമാണ് ഈ സൂചന പടർന്നത്. നീ ഒന്നും കേൾക്കുന്നില്ലേ? ഡെങ്കിപ്പനി തടയാനുള്ള വഴികളെ പറ്റി ആലോചിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. സമാധാനത്തിന് നോവൽ സമ്മാന ജേതാവായ ജപ്പാൻകാരനായ നാട്ടിൽ തിരിച്ചത്. ഇവനക്ക് ആരുടെ ഈ പേരിട്ടത്? വായി കൊള്ളയില്ല, പറയാനും പറ്റുന്നില്ല. മനുഷ്യന്റെ തൊണ്ട അടിച്ചുപോയി. അഹങ്കാരി, നിന്നെ കാണിച്ചടിയ കക്ഷിയെ കബളിപ്പിച്ച വക്കീൽ പണം പിടിക്ക്. കൊലക്കേസ് അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ കേസിന്റെ മറവിൽ വക്കീൽ സ്വന്തം കക്ഷിയെ പറ്റിച്ചതായി പരാതി. പരാതിക്കാരൻ നാട്ടുകാരെ കൂട്ടി വക്കീലിന്റെ വീട്ടിൽ കയറി ചീത്ത വിളിച്ചോ. വക്കീലിന്റെ ഭർത്താവ് മാന്യനായ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ടും നാട്ടുകാർക്കിടയിൽ സുസമ്മതനായതുകൊണ്ടും പെൺവക്കീൽ തല്ലുകൊള്ളാൻ രക്ഷപ്പെട്ടോ. ഇതല്ലേ പോയിന്റ്? കിട്ടി മോനേട്ടാ, കിട്ടി. ഈ ഒരൊറ്റ പോയിന്റ് വെച്ച് നാളെ ഞാൻ കേസ് ജയിക്കും. നീ ഇത്ര നേരം വായിക്കായിരുന്ന? ഞാൻ പത്രം വായിച്ചിട്ട് ഒരു ശല്യം തോന്നിയില്ല. ഷോ, ഒരു സെക്കൻഡേ. ഇതിന്റെ ആവശ്യം കഴിഞ്ഞു. ഇനി മോനേട്ടാ പറ. ഇനി ഞാൻ എന്തോന്ന് പറയാ? ചെവിയിൽ പഞ്ഞിയ. നിയമപുസ്തകം വായിക്കുമ്പോ വായിച്ചതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ട്രിക്കാ. ഓ സാറേ, ഒന്നിങ്ങോട്ട് ഇറങ്ങിവാ. പിന്നെ എല്ലാരും ഉണ്ടല്ലോ. എന്താ എല്ലാരും കൂടി? ഞാന് ഇപ്പൊ പത്രത്തിൽ വായിച്ചേ ഉള്ളൂ. കക്ഷികള് വക്കലിന്റെ വീട്ടിൽ കയറി പുതിയ തല്ലിയെന്ന്. എന്റെ നാക്കറം പറ്റിയതാ. ഇതാ വക്കീൽ, അറിയാലോ. എന്താ പറഞ്ഞു? ഞങ്ങള് വക്കീലിനെ കാണാൻ വന്നതല്ല. പിന്നെ എന്താ മോഹൻ സാർ ഉദ്ദേശം? എന്ത് പറ്റി? നിങ്ങളിങ്ങനെ പോത്തമരുമ്പോൾ ഒച്ച ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? കുറച്ചു നേരമായി തുടങ്ങിയിട്ട്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പിള്ളേരുള്ളതാ. അവർക്ക് 4 അക്ഷരം പഠിക്കണ്ടേ? അത് ഞാൻ പത്രം വായിച്ചതാ. ഇങ്ങനെയാണോ പത്രം വായിക്കുന്നത്? എന്റെ വീട്, എന്റെ പത്രം, എനിക്കിഷ്ടമുള്ളത് വായിക്കും. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. സാറിന്റെ വീട്, സാറിന്റെ പത്രം, എങ്ങനെ വേണേ വായിച്ചു. പക്ഷെ ശബ്ദം വെളി കേൾക്കരുതെന്ന് മാത്രം. ഇനി ഞങ്ങളെ വരുത്തിക്കരുത്. വില്ലേജ് ഓഫീസറാണെന്നും നോക്കുകയല്ല. അടിച്ചു തന്നെ പല്ല് ഞാൻ താഴെ ഇടും. പിന്നെ തെമ്മാടിത്തരം കാണിച്ചിട്ട് ന്യായം പറയാൻ ചെന്നാൽ അവര് കൈവെക്കും. എടുത്ത് ആശുപത്രി കൊണ്ടുവരാൻ എനിക്ക് വയ്യ. സാറിന് പറഞ്ഞത് മനസ്സിലായല്ലോ. മനസ്സിലായി, മനസ്സിലായി. ഓടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഒരു പത്രം വായന. ഇപ്പടെ എന്നെ തോപ്പിക്കാൻ നോക്കി ഇപ്പൊ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിച്ചേനെ. മോഹനേട്ടനകത്തേക്ക് പോയപ്പോ ഞാനൊരു ഫയൽ എടുക്കാൻ വേണ്ടി പുറകെ വന്നതാ. അപ്പോഴല്ലേ സാറിന്റെ ഐഡിയ പിടികിട്ടിയത്.
എന്നോട് രാവിലെ ചെയ്ത് എനിക്ക് നീ അനുഭവിക്കാൻ പോകുകയുള്ളൂ ബാബു. വെടിപൊട്ടുന്ന ശബ്ദത്തിൽ പത്രം വായിച്ചാൽ നീ എങ്ങനെ പുസ്തകം വായിച്ചെടുക്കുമെന്ന് എനിക്ക് അറിയണം. ഇത് മതി. ഒരു റിഹേഴ്സൽ വേണോ? അതിന്റെ കാര്യമൊന്നുമില്ല. അപ്പൊ അതാണ് പരിപാടി. ശരിയാക്കിത്തരാം. നേരെ വന്ന് പഞ്ഞിയെടുത്ത് ചെവി വെച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? സാറിന്റെ കുര ഞാൻ കേട്ടില്ല, നാട്ടുകാർ കേൾക്കുകയും ചെയ്തു. ഇത് ആരുടെ ബുദ്ധിയായിരുന്നു? സ്വന്തമല്ലെന്ന് ഉറപ്പാ. സ്വന്തം ഭാര്യക്കെതിരെ വല്ലവന്റെ വാക്ക് കേട്ട് വേണ്ടാതീനം കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ എങ്ങനെയാ പത്രം ഒന്നുകൂടി വായിക്കുന്നു? അതിനൊന്നുമില്ല വായിക്കേ. ഒന്നുമില്ല, മുഴുവൻ വായിച്ചോ? മിടുക്കനാട്ടോ. മൂക്കിൽ പഞ്ഞി വെക്കുക എന്ന നാടൻ പ്രയോഗത്തെപ്പറ്റി ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ചെവിയിൽ പഞ്ഞി വെച്ച് ഭർത്താവിനെ തോൽപ്പിക്കുന്ന തന്ത്രം സത്യഭാമയാണ് ആദ്യമായി ആവിഷ്കരിക്കുന്നത്. തീർത്തും നിസാരമായൊരു തർക്കത്തിൽ ഭാര്യയെ തോൽപ്പിക്കാനിറങ്ങി സ്വയം തോറ്റുപോയ മോഹനകൃഷ്ണനോട് സഹതപിക്കാനേ നമുക്ക് പറ്റൂ. പക്ഷേ ഇതുകൊണ്ട് മോഹനകൃഷ്ണൻ പഠിക്കുമോ? ഇല്ലെന്ന് കരുതുന്നവർ മറ്റൊരു നിസാര കാര്യം കാണാൻ നാളെ രാത്രി 9 മണിവരെ കാത്തിരുന്ന് കാര്യം നിസാരം കാണുക.